കാർത്തികപ്പള്ളി സ്കൂളിലെ സംഘർഷത്തിൽ കുട്ടികളുടെ ഉച്ചഭക്ഷണം മുടങ്ങി. ഉച്ചഭക്ഷണം വെച്ച പാത്രത്തിൽ സംഘർഷത്തിനിടെ മണ്ണ് വാരിയിട്ടു. കുട്ടികൾക്ക് ഭക്ഷണം ഒരുക്കി വെച്ചിരുന്ന പാത്രങ്ങൾ സംഘർഷത്തിനിടെ വലിച്ചെറിയുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ CPM പഞ്ചായത്ത് അംഗം നിബു കസേര വലിച്ചെറിഞ്ഞതാണ് സംഘർഷത്തിന് കാരണമായത്. പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാത്രങ്ങളും കല്ലും തിരികെ എറിഞ്ഞത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, ഇതെന്തൊരു സമരമാണ് എന്ന് ചോദിക്കേണ്ടി വരും. ഉച്ചയ്ക്ക് കുട്ടികൾക്ക് കഴിക്കാനുള്ള, സ്കൂൾ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ട് എന്ത് സമരമാണ് അവിടെ LDFും UDFും അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ നടത്തുന്നത്? അതിരുവിട്ട സമരമെന്ന് തന്നെ പറയേണ്ടി വരും വിജയകുമാർ. കാരണം എന്തു തന്നെ ആയിക്കോട്ടെ, സമരത്തിൻ്റെ കാരണം പിന്നീടുണ്ടായ പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ, പക്ഷേ അവിടെ പഠിച്ചത് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുഞ്ഞു കുട്ടികളാണ്. അവർക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണമൊക്കെ കൊടുക്കുന്ന സമയമാണ് ഈ പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. അവർക്ക് ഉച്ചയ്ക്ക് കൊടുക്കാനായി കൊണ്ടുവച്ചിരുന്ന ഉച്ചഭക്ഷണത്തിൻ്റെ പാത്രങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇവർ എടുത്തെറിയുന്നത്. അത് കൊണ്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു. മാതൃഭൂമിയുടെ ക്യാമറമാൻ ബോണി ജോസഫ് അടക്കമുള്ളവരുടെ തല പൊട്ടി ചോരയൊഴുകുന്നു. പോലീസുകാരനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേൽക്കുന്നു. ആ മൂടിപ്പോയ പത്രത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പ്രവർത്തകർ ചെടിച്ചട്ടി എറിയുന്നതിനിടെ അതിലെ മണ്ണ് യൂത്തിലേക്ക് വീഴുന്നത്. പിന്നീട് യാതൊരു നടപടിക്കും അവർ പോകുന്നില്ല. മറ്റു ഭക്ഷണങ്ങൾ അവർ തട്ടിത്തെറിപ്പിക്കുകയാണ്. പ്രഭാത ഭക്ഷണം പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞു. ഉച്ചയ്ക്ക് കൊടുക്കേണ്ട ചോറിലും കറികളിലുമാണ് ഇത്തരത്തിൽ മണ്ണ് വാരിയിട്ടുള്ള പ്രതിഷേധം ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആരാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിൽ എന്നുള്ളത് അറിയണമെങ്കിൽ അവിടുത്തെ CCTV ദൃശ്യങ്ങളടക്കം പൂർണ്ണമായി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ടതിനെ തുടർന്ന് കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ തിരികെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. രക്ഷിതാക്കളെത്തി ഭയം കൊണ്ട് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. രക്ഷിതാക്കളുടെ പ്രതികരണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഉച്ചഭക്ഷണം കഴിക്കാനാവാതെ മടങ്ങിയ ഒരു കുട്ടിയുടെ രക്ഷിതാവിൻ്റെ പ്രതികരണം നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ പ്രേക്ഷകർ കേൾക്കേണ്ടതാണ്. അവിടുത്തെ എത്രത്തോളം വീട്ടുകാർ ഭയചകിതരായിട്ടുണ്ട്, എത്രത്തോളം കുട്ടികൾ ഭയന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ. എന്തായാലും ഈ പ്രതിഷേധങ്ങൾ അത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയി അത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. ഇതിലെ ഒരു കാര്യമുള്ളത്, രാവിലെ അവിടെ പുതിയ ബിൽഡിങ്ങിൽ ക്ലാസ്സുകൾ തുടങ്ങി. ആ സമയത്ത് കുറച്ച് പ്രതിഷേധമുണ്ടായിരുന്നു. പിന്നീട് ക്ലാസ്സുകൾ പുരോഗമിക്കുന്നതിനിടെ വീണ്ടും അതിന് മുന്നിലേക്ക് എത്തുന്നു. ഒരു വിഭാഗം ഈ സ്കൂളിനകത്ത്, മതിലിനകത്ത് നിൽക്കുന്നു, ചിലർ പുറത്ത് നിൽക്കുന്നു. ഈ ക്ലാസ്സുകൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് ഈ പൊതുപ്രവർത്തകർ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഈ കോമ്പൗണ്ടിനകത്ത് എന്താണ് കാര്യം? അവർക്ക് സ്കൂളിന് പുറത്താണല്ലോ പിന്നെ അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടപെടേണ്ടത്. അതിനകത്ത് പതിവ് പോലെ ക്ലാസ്സുകൾ തുടങ്ങിയാൽ പിന്നെ അവിടെ LDF, UDF, BJP അവർക്ക് എന്താണ് കാര്യം? ഈ പഞ്ചായത്ത് മെമ്പർ അവിടെ രാവിലെ മുതലുണ്ട്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് അതിനകത്തേക്ക് തള്ളിക്കയറി. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി അവരും അതിനകത്തേക്ക് കയറി. അപ്പോൾ ഇത് പോലീസും അവിടെ ആ മട്ടിൽ ഇടപെട്ടില്ലേ? ഈ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പോലീസുകാർ പിടിച്ചു മാറ്റുന്ന റോള് മാത്രമായിരുന്നു തോന്നുന്നു, അല്ലേ? പോലീസിന് ആ റോളും പൂർണ്ണമായും ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വിജയകുമാർ നിർഭാഗ്യകരമായ സംഭവം. എന്തായാലും ഈ പ്രശ്നത്തിൽ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും ഒരേപോലെ വിമർശിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം. കാരണം ആദ്യമെത്തിയ BJP പ്രവർത്തകരുടെ നേതാവ് സന്ദീപ് വചസ്പതി തന്നെയാണ് ഈ സ്കൂളിലേക്ക് ആദ്യം ഇടിച്ചു കയറുന്നത്. പിന്നീട് യൂത്ത് കോൺഗ്രസ് എത്തുന്നു. MP പ്രവീൺ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനാണ്. ഒപ്പം DCC അധ്യക്ഷനടക്കം ഈ സ്കൂളിലേക്ക് ഇരച്ചു കയറിയ നേതൃത്വം കൊടുത്ത ആളുകളിൽ പ്രധാനപ്പെട്ടവരാണ്. അവർ അകത്തേക്ക് കയറുന്നു. അവർ കയറിയപ്പോൾ പഞ്ചായത്ത് അംഗം നിബുവിൻ്റെ നേതൃത്വത്തിൽ അവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. ആ സ്കൂളിനുള്ളിലുണ്ടായിരുന്ന കസേരയെടുത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ എറിയുന്നു. അവർ തിരിച്ച് കഞ്ഞി കൊണ്ടുവന്ന പാത്രവും പ്രഭാത ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളും എടുത്ത് തിരികെ എറിയുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിഷ്കളങ്ക ബാല്യങ്ങൾ ക്ലാസ് മുറികൾക്കുള്ളിൽ പേടിച്ചിരിക്കുന്നു. അവർ എന്താണ് പുറത്ത് നടക്കുന്നതെന്നറിയാതെ ചിരിച്ചും കളിച്ചും മറ്റൊരു വിഭാഗം കുട്ടികൾ അകത്ത് കഴിയുന്നു. എന്തായാലും ഇതൊക്കെ കണ്ട് പേടിച്ചിരണ്ട രക്ഷകർത്താക്കൾ എത്തിയ കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഇന്നിവിടെ ഉണ്ടായ സംഭവവികാസങ്ങളിൽ ഒരു പൊതുവിദ്യാലയത്തിൽ കുരുന്നുകൾ പഠിക്കുന്ന സ്കൂളിലുണ്ടായ നിർഭാഗ്യകരമായ സംഭവങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തുല്യ ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അതിൽ തുടർ നടപടികൾ എന്താണ് എന്നുള്ളത്
രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പ്രാദേശിക ഘടകങ്ങളാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. പൈപ്പ് പൊട്ടിച്ച് കുട്ടികൾക്ക് കുടിവെള്ളമില്ല, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകാൻ വെള്ളമില്ല. അതൊക്കെ ഇപ്പോൾ അധ്യാപകർ കിണറ്റിൽ നിന്ന് കോരിയാണ് എത്തിക്കുന്നത്. 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമാണ്. അവിടെയാണ് ഈ രാഷ്ട്രീയ പോരാട്ടങ്ങളെല്ലാം നടന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇനി എന്തായാലും ഇവിടെ നടന്ന സംഭവങ്ങളിൽ എന്താണ് തുടർ നടപടി എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ആര് നടപടി സ്വീകരിക്കും? ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ എല്ലാം തലപ്പത്തിരിക്കുന്ന പ്രാദേശിക നേതാക്കൾ തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയതെന്നുള്ളതും ശ്രദ്ധേയം. ഇനി സംസ്ഥാന നേതൃത്വങ്ങൾ, ജില്ലാ നേതൃത്വങ്ങളടക്കം ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ്. നാളെ മുതൽ അധ്യയനം ആരംഭിക്കേണ്ട സാഹചര്യമുണ്ട്. ക്ലാസുകൾ എങ്ങനെ ശരി അശ്വിൻ, ഏതായാലും അതിൽ ഈ പറയുന്ന വിരോധാഭാസം, അതായത് കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ സമരമെന്ന് പറയുക, അവർക്ക് രാവിലെ കഴിക്കാനുള്ള പ്രഭാത ഭക്ഷണത്തിൽ അത് തട്ടിത്തെറിപ്പിക്കുക, അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഉച്ചഭക്ഷണത്തിൽ മണ്ണ് വാരിയിടുക, അവർക്ക് കുടിക്കാനുള്ള അല്ലെങ്കിൽ കൈ കഴുകാനുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ അവരെടുക്കുന്ന വെള്ളം, പൈപ്പ് അത് പൊട്ടിച്ച് വെള്ളം ഒഴുകിക്കളയുക. എന്നിട്ട് പറയുന്നു കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ സമരം നടത്തുകയാണ്, പൊതുവിദ്യാലയം സംരക്ഷിക്കാൻ സമരം നടത്തുകയാണ് എന്ന് ഈ വീരവാദം മുഴക്കുകയും ചെയ്യാണ് അവിടെ രാഷ്ട്രീയ പാർട്ടികൾ. എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട്. ഏതായാലും അശ്വിൻ പറഞ്ഞതുപോലെ ഇതിലെ CCTV ഫുട്ടേജൊക്കെ പരിശോധിച്ച് ആരാണ് ഈ ഉച്ചഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ട് കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിച്ചതെന്ന് അടിയന്തരമായി അറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആ വിവരം വൈകാതെ വരും, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഏതായാലും ആ ദൃശ്യങ്ങൾ വരട്ടെ. കുട്ടികളോട് ഇത്ര സ്നേഹമുള്ള ഈ പ്രതിഷേധക്കാരാരാണ് എന്ന് നമുക്കപ്പോൾ മനസ്സിലാവുകയും ചെയ്യും. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.